Hello everyone, welcome back to my channel Learn with Now. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ജോമെട്രി ആൻഡ് ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണത്തെ SSLC എക്സാമിന് 40% ടോപ്പിക് മാത്രം കവർ ചെയ്താൽ മതി എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിൽ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രണ്ട് ടോപ്പിക്സുകളാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. മിഡ് പോയിന്റ് ഓഫ് എ ലൈനും സ്ലോപ്പ് ഓഫ് എ ലൈനും. അതിൽ മിഡ് പോയിന്റ് ഓഫ് എ ലൈനിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താണ് മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളത് സ്ലോപ്പ് ഓഫ് എ ലൈൻ ആണ്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സുകളാണ് ഞാൻ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിൽ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഇതല്ലാതെ എക്സ്ട്രാ ഏതെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ടോപ്പിക് കുറവായിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് കമന്റ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നതാണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. സോ ഇൻ മാത്തമാറ്റിക്സ്, slope of a line or gradient of a line is a number that describes both the direction and steepness of the line. Suppose നമ്മൾ സ്ലോപ്പിനെ m എന്ന് ഡിനോട്ട് ചെയ്താൽ the slope m of the line is given as y2 minus y1 divided by x2 minus x1. So actually ഒരു പർട്ടിക്കുലർ ലൈനിന്റെ സ്റ്റീപ്നെസ്സും അതിന്റെ ഡിറക്ഷനും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു നമ്പർ ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ലൈൻ കൺസിഡർ ചെയ്യാണ്. ആ ലൈൻ എത്ര സ്റ്റീപ്പർ ആയിട്ടാണ് പോയിരിക്കുന്നത്, ആ ലൈനിന്റെ ഡിറക്ഷൻ എന്താണ്, അതിനൊക്കെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഓക്കെ, ഇനി നമ്മളോട് എക്സാമിന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സാമിന് നമുക്ക് പ്രോബ്ലംസുകൾ ചെയ്യാനായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട സ്ലോപ്പ് ഓഫ് എ ലൈനിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഓഫ് ദ ചേഞ്ച് ഇൻ കോർഡിനേറ്റ്സ് ഓഫ് എ ലൈൻ is a measure of the slant of the line. It is called the slope of the line. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ കൂടാതെ ഈ ഒരു രീതിയിലും അതിനെ പറയാം. നമ്മളൊരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന്റെ കോർഡിനേറ്റ്സിൽ വരുന്ന ചേഞ്ച്, ആ ചേഞ്ചിലുള്ള കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. The change in coordinates of a line is a measure of the slant of the line. Okay, the constant of proportionality of that change നെയാണ് നമ്മൾ slope of the line എന്ന് വിളിക്കുക. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് the slope of a line passing through x1 y1 and x2 y2. ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. x1 y1 x2 y2 കോർഡിനേറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൈനിന്റെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ, ആ ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് y2 minus y1 divided by x2 minus x1. Okay, that is the slope of a given line passing through x1 y1 and x2 y2. നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിൽ പ്രൊവൈഡഡ് ആയിട്ടുള്ളതാണ്. എന്നാലും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും എല്ലാ സെക്ഷനിലും ഇങ്ങനെ ഒരു ചെറിയ ഡെഫിനിഷനും ടേംസുകളൊക്കെ നിങ്ങളോട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഒരു കോർഡിനേറ്റ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ് കോർഡിനേറ്റിന് പാരലൽ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ലൈൻ വരക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അത് എവിടെയായിരിക്കും, അത് y കോർഡിനേറ്റിലായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ദാറ്റ് ലൈൻ വിൽ ബി പാരലൽ ടു എക്സ് ആക്സിസ്. അല്ലെങ്കിൽ നമ്മൾ y കോർഡിനേറ്റിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അത് y കോർഡിനേറ്റിന് നമ്മൾ എക്സ് കോർഡിനേറ്റിൽ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ ഒരു ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് y കോർഡിനേറ്റിനും പാരലൽ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയല്ലാത്ത ലൈൻസ് നോട്ട് പാരലൽ ടു ഈതർ ആക്സിസ്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലൽ അല്ലാത്ത ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് വിൽ ബി എ സ്ലാൻഡഡ് ലൈൻ. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ലൈനിലെ y കോർഡിനേറ്റിന്റെ ചേഞ്ചിന്റെ പ്രൊഡക്റ്റ്, y കോർഡിനേറ്റിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റിന്റെയും ഒരു ഫിക്സഡ് നമ്പറിന്റെയും പ്രൊഡക്റ്റിനായിട്ട് ഈക്വൽ ആയിരിക്കും. That is, the change in y coordinate is the product of the change in x coordinate with a fixed number. So കൂടുതലും സ്ലോപ്പ് ഓഫ് എ ലൈനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. സോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഞാനിപ്പോൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസുകളാണ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത്. ടെക്സ്റ്റിലുള്ള ഓൾറെഡി അതേപോലത്തെ പ്രോബ്ലംസുകൾ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നത് എന്ന് കരുതി ഞാനിപ്പോൾ ഇത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കാണിക്കാതിരിക്കില്ല. അതുകൂടെ നിങ്ങൾക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, first question is find the coordinates of a point on the line joining 3, 5 and 6, 7. So രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട്. ഈ രണ്ട് പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ലൈനിന്റെ വേറൊരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. അതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾസുകൾ പോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള രണ്ട് കോർഡിനേറ്റ്സുകളാണ് 3, 5 ഉം 6, 7. ഓക്കെ, സോ ഫസ്റ്റ് നമുക്കിതിനെ x1 y1
x2 y2 എന്ന് ഡിനോട്ട് ചെയ്യാം, കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ എക്സ് ആദ്യം കണ്ടുപിടിക്കാം. This will be equal to, change in x എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, x2 minus x1 which is equal to 6 minus 3 that is equal to 3. Next നമുക്ക് കണ്ടുപിടിക്കേണ്ടത് change in y which is equal to y2 minus y1. This is equal to 7 minus 5 is equal to 2. Okay, thus that is നമുക്ക് എന്തെന്ന് കിട്ടി, change in y എന്ന് പറയുന്നത് 2/3 into change in x. ഓക്കെ, ഇതെങ്ങനെ വന്നെന്നുള്ളത് ഞാൻ നേരത്തെ എക്സാമ്പിൾ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് 2/3 ആണ് ഇവിടെ സ്ലോപ്പ് ഓഫ് ദ ലൈൻ അല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു പോയിന്റിന്റെ ആ ഒരു ലൈനിൽ അങ്ങനെ ഈ രണ്ട് കോർഡിനേറ്റ്സുകൾ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ലൈനിന്റെ വേറൊരു പോയിന്റിന്റെ കോർഡിനേറ്റ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സപ്പോസ് ഞാൻ കൺസിഡർ ചെയ്യാണ്, ലെറ്റ് എക്സ് കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഓൺ ദിസ് ലൈൻ ഇസ് ഈക്വൽ ടു 4. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റിന്റെ എക്സ് കോർഡിനേറ്റ് 4 ആണെന്ന് നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു എബവ് കണ്ടീഷനിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്, ആസ് എക്സ് ഇൻക്രീസസ് ബൈ 1 വൈ എത്രയായിട്ടാണ് ഇൻക്രീസ് ആവുക, വൈ ഇൻക്രീസസ് ബൈ 2/3. അതാണ് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ആസ് എക്സ് ഇൻക്രീസസ് ബൈ 1 വൈ ഇൻക്രീസസ് ബൈ 2/3. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ y ഈസ് പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ x. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഓക്കെ, ആ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പൊ ഈ എഴുതിയിരിക്കുന്നത്. ഇയർ നമ്മൾ എക്സിന് നമ്മൾ എന്ത് വാല്യൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 4 ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് 4 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ y എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, y എന്ന് പറയുന്നത് 5 പ്ലസ് 2/3 വിച്ച് ഇസ് ഈക്വൽ ടു 5 2/3. നമ്മൾ ഈ ഒരു കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത്. ദാറ്റ് ഈസ് ഈ ഒരു എക്സ് കോർഡിനേറ്റിൽ ഇവിടെ 3 ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഒന്ന് കൂടിക്കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് എത്ര വെച്ച് കൂടുന്നാ പറഞ്ഞത്, 2/3 വെച്ചിട്ടാണ് കൂടുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോ 3ക്ക് പകരം ഇവിടെ എക്സ് 4 ആയിട്ട് വന്നാൽ 5ക്ക് പകരം ഇവിടെ വൈ എന്തായിട്ട് വരും, 5 പ്ലസ് 2/3 ഇൻക്രീസസ് ബൈ 2/3 വിച്ച് ഇസ് റിട്ടൺ ആസ് 5 2/3. Therefore, coordinates of a point on this line is given as 4 5 2/3. സപ്പോസ് നമ്മൾ ഇവിടെ എക്സിനെ 4 ആയിട്ട് കൺസിഡർ ചെയ്ത പോലെ എക്സ് 9 ആയി കഴിഞ്ഞാൽ, 3യിൽ നിന്ന് 9 ആയി കഴിഞ്ഞാൽ എത്രയാണ്, 3യിൽ നിന്ന് 9 ആവുന്നത് എങ്ങനെയാണ്, 3 പ്ലസ് ഒരു 6 കൂടിയാൽ 9 ആവും. ഓക്കെ, അപ്പൊ എക്സ് ഇൻക്രീസസ് ബൈ 6 ആണ് ഇവിടെ. ഓക്കെ, എങ്ങനെയായിരിക്കും വൈ ഇൻക്രീസ് ചെയ്യാം നോക്കിക്കേ, എക്സ് ഇൻക്രീസസ് ബൈ 1 ആവുമ്പോൾ വൈ ഇൻക്രീസസ് ബൈ 2/3. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 4 ആവുമ്പോൾ വൈ എന്ന് പറയുന്നത് 5 പ്ലസ് 2/3. ഓക്കെ, ഹിയർ എക്സ് ഇൻക്രീസ് ചെയ്യുന്നത് 6 ആണ്. എക്സ് ഇൻക്രീസസ് ബൈ 6. ഓക്കെ, അതായത് 9 ആവുമ്പോൾ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് 9 മൈനസ് 3 ഈസ് ഈക്വൽ ടു 6. ദാറ്റ് മീൻസ് എക്സ് ഇൻക്രീസസ് ബൈ 6 ആണെങ്കിൽ ചേഞ്ച് ഇൻ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, 6 into 2/3. മനസ്സിലായോ? 1 ഇൻക്രീസ് ചെയ്യുമ്പോൾ എക്സ് 1 ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്നത് 2/3 ആണെങ്കിൽ എക്സ് 6 ഇൻക്രീസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നോർമലി 6 into 2/3. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു 4. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കോർഡിനേറ്റ് കൂടി കിട്ടി. ദാറ്റ് ഇസ് ഇവിടെ 3 എന്നുള്ളത് 9 ആയിട്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഇവിടെ 5 എന്നുള്ളത് എത്രയായിട്ട് ചേഞ്ച് ചെയ്യും, y coordinate will be 5 plus 4. This is equal to 9. Therefore the coordinate of another point is 9 9. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് 1 3 2 5 and 3 7 ആർ ഓൺ ദ സെയിം ലൈൻ. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസുകൾ തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസുകൾ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതിപ്പോൾ ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഭൂരിഭാഗം ക്വസ്റ്റ്യൻസുകളും ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് 3 കോർഡിനേറ്റ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 1 3 2 5 and 3 7. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദീസ് പോയിന്റ്സ് ആർ ഓൺ ദി സെയിം ലൈൻ. എന്താ ചെയ്യേണ്ടത്, അവരുടെ സ്ലോപ്പുകൾ എടുത്തു നോക്കുക. ആ സ്ലോപ്പുകൾ സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഇൻ ദ സെയിം ലൈൻ, അതർവൈസ് ദേ ആർ നോട്ട്. ഫസ്റ്റ് കൺസിഡർ ദ പോയിന്റ്സ് 1 3 and 2 5. സോ എങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ചേഞ്ച് ഇൻ എക്സ് കണ്ടുപിടിക്കുക, ദെൻ ചേഞ്ച് ഇൻ വൈ കണ്ടുപിടിക്കുക, അതിൽ നിന്ന് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ,
ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഇങ്ങനെ കൂടെ ഡിനോട്ട് ചെയ്യാം. x1 y1 x2 y2. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറയുന്നത് x2 മൈനസ് x1 വിച്ച് ഇസ് ഈക്വൽ ടു 1. ദെൻ ചേഞ്ച് ഇൻ y എന്ന് പറയുന്നത് y2 minus y1, that is 5 minus 3 is equal to 2. Therefore, change in y is equal to 2 into change in x. Next, നമ്മൾ അടുത്ത രണ്ട് പോയിന്റ്സുകൾ കൺസിഡർ ചെയ്യാണ്. 2, 5 and 3, 7. സെയിം ആസ് എബവ് നമ്മൾ ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും കാൽക്കുലേറ്റ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ x1 y1 x2 y2 എന്ന് ഇതിനകത്ത് denote ചെയ്യാം. Okay, then change in x will be x2 minus x1 is 3 minus 2 is equal to 1. Then change in y is equal to y2 minus y1, which is 7 minus 5 is equal to 2. Here also change in y എന്ന് പറയുന്നത് 2 times change in x തന്നെയാണ്. x എത്രയാണോ ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ 2 times ആയിരിക്കും y ചേഞ്ച് ചെയ്യുക. ആസ് വി കൺസിഡർ ദീസ് 2 points. ഇനി നമ്മൾ ഈ രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്താലും എക്സ് ചേഞ്ച് ചെയ്യുന്നതിന്റെ 2 times തന്നെയാണ് വൈയും ചേഞ്ച് ചെയ്യുക. ദാറ്റ് മീൻസ് 1 3 2 5 3 7 are on the same line. Third question is same അതേ മോഡൽ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് 2 more points on the line joining -1 4 and 1, 2. സോ നമുക്ക് രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകൾ തന്നിട്ടുണ്ട് 1 4 ആൻഡ് 1 2. ഈ രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുന്ന ആ ലൈനിലെ രണ്ട് പോയിന്റ്സിന്റെ കൂടെ കോർഡിനേറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ കോർഡിനേറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ എക്സും ചേഞ്ച് ഇൻ വൈയും കാൽക്കുലേറ്റ് ചെയ്യാം. ചേഞ്ച് ഇൻ എക്സ് ഇസ് ഈക്വൽ ടു x2 minus x1, that is 1 minus 1 is equal to 1 plus 1 is equal to 2. Change in y is equal to y2 minus y1, which is equal to minus 2. Confusion ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ x1 y1 x2 y2 എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് that is as x increases by 2, then y decreases by 2. അതാണ് നമുക്ക് എബവ് ഈ ഒരു ചേഞ്ച് ഇൻ എക്സ് ചേഞ്ച് ഇൻ വൈയിൽ നിന്ന് മനസ്സിലാവുന്നത്. എക്സ് 2 ഇൻക്രീസസ് ബൈ 2 ആവുമ്പോൾ വൈ ഡിക്രീസസ് ബൈ 2. ഡിക്രീസ് പറയാൻ കാരണം ഇവിടെ നെഗറ്റീവ് സൈൻ വന്നുകൊണ്ടാണ്. ഓക്കെ, therefore നമ്മളിപ്പോ ഈ ഒരു കോർഡിനേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 1 എന്ന് പറയുന്നത് +2 ഇൻക്രീസസ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ വൈയിൽ എന്താ ചേഞ്ച് വരിക? വൈ ഡിക്രീസസ് ബൈ 2 എന്നല്ലേ പറയാ. സോ ഇവിടുത്തെ 2 ആണെങ്കിൽ ഇവിടെ ഒരു കോർഡിനേറ്റ് ഉണ്ട്, ആ കോർഡിനേറ്റ് ഡിക്രീസസ് ബൈ 2 ആവും. ദിസ് വിൽ ബി ഈക്വൽ ടു 3, 0. ഫസ്റ്റ് കോർഡിനേറ്റ് കിട്ടി. നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് വേറൊരു പോയിന്റ് കൂടി കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് ഇൻക്രീസസ് ബൈ 2 ആണെങ്കിൽ y coordinate decreases by 2. This will be equal to 5, -2. This will be the coordinates of 2 more points in the line joining these two given coordinates. Okay. Next question. x1, x2, x3, etc. and y1, y2, y3, etc. are arithmetic sequences. Prove that all the points with coordinates in the sequence x1, y1, x2, y2, x3, y3 of number pairs are on the same line. സോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് സീക്വൻസുകളാണ് x1, x2, x3, y1, y2, y3, etc. ആർ അരിത്തമെറ്റിക് സീക്വൻസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x1, y1, x2, y2, x3, y3, etc. ഈ പറയുന്ന നമ്പർ പെയേഴ്സുകൾ സെയിം ലൈനിലാണ് എന്ന് പ്രൂവ് ചെയ്യാം. സോ നമ്മൾ നേരത്തെ കോർഡിനേറ്റ് പോയിന്റ്സുകൾ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അതിൽ രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകളാണ് തന്നിരുന്നത്. നമുക്ക് ആകെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സീക്വൻസ് x1, x2, x3, etc. y1, y2, y3, etc. അവർ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ ഇഫ് x1, x2, x3, etc. are an arithmetic sequence, then arithmetic sequence ആണെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്തായിരിക്കും? ഈ മിഡിൽ ടേം നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക? x1 plus x3 by 2. Similarly, if y1, y2, y3, etc. are an arithmetic sequence, then same അതേ കണ്ടീഷൻ തന്നെ y2 നെ നമുക്ക് എങ്ങനെ എഴുതാം? y1 plus y3 by 2. ഓക്കെ, നൗ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ പോയിന്റ്സുകൾ സെയിം ലൈനിലാണോ ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് x1, y1
ആൻഡ് x2 y2. ഇവരുടെ സ്ലോപ്പ് എങ്ങനെയായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x. എബോവ് കണ്ടീഷനിൽ നിന്ന് കിട്ടി, ദാറ്റ് ഇസ് y2 ആയിട്ട് നമ്മൾ എന്താ എഴുതിയത്? y1 plus y3 y2 എന്ന് എഴുതി, സിൻസ് ഇറ്റ് ഇസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 നെ നമ്മൾ എങ്ങനെ എഴുതിയത്? x1 plus x3 divided by 2 minus x1. Okay, this will be equal to y1 plus y3 minus 2y1. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുക, യൂഷ്വലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ, നോർമൽ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. പ്ലസ് x1 plus x3 minus 2x1 divided by 2. രണ്ട് ക്യാൻസൽ ആയി പോവും. ദിസ് വിൽ ബി ഈക്വൽ ടു y3 minus y1 divided by x3 minus x1. That is y2 minus y1 divided by x2 minus x1 is equal to y3 minus y1 divided by x3 minus x1. That means ഇത് സ്ലോപ്പ് ഓഫ് ദീസ് ടു പോയിന്റ്സ് ആണ്. ഇത് സ്ലോപ്പ് ഓഫ് ഏത് രണ്ട് പോയിന്റ്സുകളാണ്? x1 y1 ന്റെയും x3 y3 ന്റെയും. Means they are having the same slope. That means they lie in the same line. Therefore, x1 y1, x2 y2, x3 y3, etc. are on the same line. Now the last question is, find the coordinates of the intersecting point of the lines joining 0, 2, 6, 4 and minus 2, 6, 3, 1. So നമുക്ക് രണ്ട് ലൈൻസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ലൈൻസുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കും ആ ഫിഗർ വരിക. ഇവിടെ നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ളത് 0, 2, 6, 4 എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനും minus 2, 6, 3, 1 എന്ന് പറയുന്ന രണ്ട് കോർഡിനേറ്റ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്യുന്ന വേറൊരു ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിന്റെ കോർഡിനേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇസ് എക്സ് വൈ. In the line joining 0, 2 and 6, 4. So first നമുക്ക് ഈ ലൈൻ കൺസിഡർ ചെയ്യാം, എന്നിട്ട് ഇതിന്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം, ദെൻ നെക്സ്റ്റ് ലൈനും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് 0, 2ന്റെയും 6, 4നെയും ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ലൈനിന്റെ ചേഞ്ച് ഇൻ y എന്ന് പറയുന്നത് സെയിം ആസ് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസുകൾ പോലെ തന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്ത് വെക്കാം. ചേഞ്ച് ഇൻ y is y2 minus y1 which is 4 minus 2 is equal to 2 and change in x is x2 minus x1 which is 6 minus 0 is equal to 6. Therefore, സ്ലോപ്പ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം? സ്ലോപ്പ് ഓഫ് എ ലൈൻ is equal to y2 minus y1 divided by x2 minus x1 which is equal to 2 divided by 6 is equal to 1 by 3. സോ ഈ ഒരു ഫോർമുല എഴുതാൻ മറക്കരുത്. എപ്പോഴും എല്ലാ പ്രോബ്ലംസുകളും ഞാൻ പറയുന്ന പോലെ തന്നെ ഇക്വേഷൻസുകൾ ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും കാണിക്കുക. ഓക്കെ, ഇഫ് സപ്പോസ് ഈ ഒരു പർട്ടിക്കുലർ ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് x1 y1 എന്ന് വിചാരിക്കാം. y2 minus y1 is equal to 1 by 3 into x2 minus x1 എന്ന് വരും. y minus 2 is equal to 1 by 3 into x minus 0 എന്ന് കിട്ടും. That is, if suppose x, y എന്ന് പറയുന്നത് ഈ ഒരു ലൈനിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ y minus 2 is equal to 1 by 3 x എന്ന് കിട്ടും. This is, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 3 into y minus 2 is equal to x. That is 3y minus 6 is equal to x, which implies x minus 3y is equal to 6. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതെങ്ങനെ x minus 3y is equal to 6 എന്ന് കിട്ടിയത്? ഈ എക്സിലേക്ക് ഈ 3y ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ഓർ എക്സ് നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം. നമുക്ക് x minus 3y is equal to 6 എന്ന് കിട്ടും. ദിസ് വിൽ ബി ദ ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇത് നമ്മളിപ്പോ ഫസ്റ്റ് ഈ ഒരു ലൈൻ കൺസിഡർ ചെയ്തു, 0 to 6, 4 ജോയിൻ ചെയ്യുന്ന ലൈൻ കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള ഫോം ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈനും ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനും കൂടി ഫോം ചെയ്യാം. സെയിം ഇതേ മെത്തേഡ് തന്നെ. 2 6ഉം -2 6ഉം 3 1ഉം. ഓക്കെ, സെയിം ആസ് അബോവ് നമ്മൾ ചേഞ്ച് ഇൻ വൈയും ചേഞ്ച് ഇൻ എക്സും കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ സ്ലോപ്പ് അതുവഴി കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? y2 minus y1, that is change in y is -1 into change in x. Therefore, suppose we are considering xy is a point on the lying on this line.
നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ തന്നെ. ദാറ്റ് ഈസ് y minus 6 is equal to minus 1 into x minus minus 2. y minus 6 is equal to minus 1 into x plus 2. y minus 6 is equal to minus x minus 2. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. Then x ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു പ്ലസ് y is equal to 6നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ minus 2 plus 6. That is x plus y is equal to 4. നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x minus 3y is equal to minus 6. ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂ അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക മീൻസ് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. എങ്ങനെയാ ചെയ്യേണ്ടത്? സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. സോ എക്സ് മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, 3y. ദിസ് ഇസ് ഈക്വൽ ടു 4. ഇവിടെ മൈനസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി 6ന്റെ ഒരു നെഗറ്റീവ് സൈനും ക്യാൻസൽ ആയി പോകും. പോസിറ്റീവും നെഗറ്റീവും സൈൻ വന്നുകൊണ്ട് ദസ് വി ഗെറ്റ് y plus 3y is equal to 4 plus 6. 4y, that is 1y plus 3y എന്താണ്? 4y, which is equal to 10, which implies y is equal to 10 divided by 4, 5 by 2. Or it can be written in the mixed fraction as 1 to 1 by 2. എക്സ് കോർഡിനേറ്റും കൂടി കിട്ടണ്ടേ? അപ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് എക്സ് കോർഡിനേറ്റും കിട്ടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ തന്നെ എടുക്കാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4 അല്ലേ? വൈന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? 2 1 by 2 അല്ലെങ്കിൽ 5 by 2. എക്സ് പ്ലസ് 5 by 2 ഇസ് ഈക്വൽ ടു 4. എക്സ് ഇസ് ഈക്വൽ ടു 4 minus 5 by 2 which is equal to cross multiplicate ചെയ്യുമ്പോൾ 8 minus 5 by 2. Therefore, x is equal to 3 by 2, or it can be written as 1 1 by 2. x coordinate ആയിട്ട് 1 1 by 2 ഉം y coordinate ആയിട്ട് 2 1 by 2 ഉം കിട്ടി. This will be the coordinate of the point of intersection of these two lines. ഇത് ചെയ്ത് കണ്ടിട്ടും എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൈനിലോ ചെയ്യുന്നതിലോ സോൾവ് ചെയ്യുന്നതിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റിൽ ചോദിക്കാൻ, ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ ബേസ് ചെയ്തിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിലുള്ളത്. അത് ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ കമ്പയർ ചെയ്തപ്പോഴും എനിക്ക് അതാണ് മനസ്സിലായത്. സോ ഞാൻ ടെക്സ്റ്റിലുള്ളതാണ് പ്രോബ്ലംസുകൾ കൂടാതെ എക്സാമ്പിൾസ് ആയിട്ടുള്ളത് കൂടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമന്റ് ചെയ്യാം. എക്സ്ട്രാ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ ഈ 2 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നെക്സ്റ്റ് വീഡിയോ സെക്ഷനുകളിലായിട്ട് ഞാൻ ഇടാം. ഓക്കെ, സോ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.